ആർട്ടോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫാസിൽ. അഡോബ് ഇല്ലസ്ട്രേറ്റർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇതേപോലെ ഒരു ട്രിഫോൾഡ് ബ്രോഷർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ട്രിഫോൾഡ് ബ്രോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മടക്കുന്ന സമയത്ത് 3 മടക്കായിട്ട് വരുന്ന ബ്രോഷറുകൾക്കാണ് ട്രിഫോൾഡ് ബ്രോഷറുകൾ എന്ന് പറയുന്നത്. ഇല്ലസ്ട്രേറ്ററിൽ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ഓരോ എലമെൻറ്റുകളും ആഡ് ചെയ്ത് ഇതേപോലെ ഒരു ബ്രോഷറായിട്ട് സേവ് ചെയ്യുന്നത് വരെയുള്ള കംപ്ലീറ്റ് പ്രോസസ്സ് അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ്. മാത്രമല്ല ഈ വീഡിയോയിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ ഇമേജസിൻ്റെയും ഐക്കൺസിൻ്റെയും ഒക്കെ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും വീഡിയോയുടെ കൂടെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാനിവിടെ ഇല്ലസ്ട്രേറ്റർ ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. ഇതാണ് ഇല്ലസ്ട്രേറ്ററിൻ്റെ ഐക്കണ്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഇല്ലസ്ട്രേറ്ററിൻ്റെ ഏറ്റവും പുതിയ വെർഷനായ 2025 വെർഷനാണ്. ഇത് നിങ്ങൾ ഉപയോഗിക്കുന്നത് കുറച്ച് പഴയ വെർഷൻ ആണെങ്കിലും ഏകദേശം ഈ രൂപത്തിലൊക്കെ തന്നെയായിരിക്കും അതിൻ്റെ വർക്ക് വരുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ കൺഫ്യൂഷൻ ആവേണ്ടതില്ല. അപ്പോൾ ഇത്തരത്തിൽ ബ്രോഷർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മളൊരു പേജ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഫയൽ എന്നതിലേക്ക് പോയി നോക്കി കഴിഞ്ഞാൽ ഇവിടെ ന്യൂ എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അത് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഈ ഒരു ഭാഗത്താണ് നമ്മൾ പേജിൻ്റെ സൈസ് കൊടുക്കേണ്ടത്. ഇവിടെ ഓൾറെഡി കുറച്ച് സൈസുകൾ ഉണ്ടാവും. പ്രിൻ്റ് എന്നതിലേക്ക് പോയി നോക്കി കഴിഞ്ഞാൽ ഇവിടെ A4 എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇത് കുത്തനെ നിൽക്കുന്ന A4 ആണ്. ഇത് വിലങ്ങനെ നിൽക്കുന്ന, അതായത് ലാൻഡ്സ്കേപ്പും പോർട്രേറ്റും ആയി നിൽക്കുന്ന A4കളാണ്. ഞാനിപ്പോൾ ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു ഭാഗത്ത് മറ്റു മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. ഈ കളർ മോഡ് എന്നിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ CMYK RGB എന്ന 2 ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അതിൽ ഓൾറെഡി CMYK ആയിരിക്കും സെലക്ട് ആയി കിടക്കുന്നത്. ശേഷം ക്രിയേറ്റ് എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പേജ് കിട്ടുന്നതാണ്. ഈ പേജിനകത്തായിട്ടാണ് നമ്മുടെ മുഴുവൻ കാര്യങ്ങളും കൊണ്ടുവരേണ്ടത്. നമ്മുടെ ഈ ഒരു ബ്രോഷറിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ബ്രോഷറിന് ഇവിടെ ടോട്ടലായിട്ട് 3 പാർട്ടുകളുണ്ട്. ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലൂ കളറിൽ കാണുന്നത്, രണ്ടാമത്തെ പാർട്ട് ഈ ഒരു മിഡിൽ പാർട്ട്, മൂന്നാമതായി കാണുന്നത് ഈ ഒരു തേർഡ് പാർട്ടാണ്. ഈ 3 പാർട്ടുകളും കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇല്ലസ്ട്രേറ്ററിൽ ആദ്യം തന്നെ മാർജിൻ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ മാർജിൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു ഷേപ്പ് വരയ്ക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ടൂൾ ബാറിൽ ഈ ഒരു റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം നമുക്ക് ഈ ഒരു രൂപത്തിൽ ഇങ്ങനെ വരച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ഒബ്ജക്റ്റ് എന്നതിലേക്ക് പോയിക്കൊണ്ട് പാത്ത് എന്നതിനകത്ത് സ്പ്ലിറ്റ് ഇൻറ്റു ഗ്രിഡ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം പ്രിവ്യൂ എന്ന ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്തെടുത്തുകൊണ്ട് നമ്മുടെ ബ്രോഷർ എത്ര പാർട്ടാണോ വേണ്ടത് അത് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കോളംസ് എന്നതിൽ 3 എന്നാക്കി കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ബ്രോഷർ 3 പാർട്ടായിട്ട് വന്നിട്ടുണ്ട്. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഈക്വലായിട്ടുള്ള 3 പാർട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശേഷം വീണ്ടും ഈ ഒരു മൂവ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഷേപ്സ് മുഴുവനായിട്ടൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഒന്നുകൂടെ ഒബ്ജക്റ്റ് എന്നതിലേക്ക് പോയിക്കൊണ്ട് പാത്തി എന്നതിൽ നിന്നും ഓഫ്സെറ്റ് പാത്തി എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇത് നമുക്ക് മാർജിൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. ആദ്യം നമ്മൾ നമ്മുടെ ബ്രോഷറിനെ 3 പാർട്ടായിട്ട് തിരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മാർജിനാണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. ശേഷം ഓഫ്സെറ്റ് എന്നതിനകത്തായിട്ട് ഒരു -25 എന്ന് കൊടുക്കുന്നു. നമുക്ക് എത്രയാണോ മാർജിൻ വേണ്ടത് അതാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഇവിടെ കറക്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ -25 എന്ന് കൊടുത്തിട്ടുണ്ട്. ശേഷം ഏതെങ്കിലും ഒരു ബോക്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്ലൈ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇത്ര മാർജിൻ വന്നിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ അതൊന്ന് കുറച്ച് കൊടുക്കുന്നു, -30 എന്നാക്കി കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് ഈ ഒരു രൂപത്തിലുള്ള മാർജിനാണ് വേണ്ടത്. ശേഷം ഓക്കെ എന്ന് പ്രസ് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ബ്രോഷർ 3 പാർട്ടായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. 3 പാർട്ടിനും ഇതേപോലെ മാർജിന് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മാർജിനകത്തായിട്ടാണ് നമ്മുടെ ടെക്സ്റ്റുകൾ മുഴുവനും നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. ഇപ്പോൾ ഒരു ഷേപ്പ് രൂപത്തിലാണ് നമ്മുടെ മാർജിൻ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ മാർജിനെ ഒരു പാത്ത് ആക്കി മാറ്റേണ്ടതുണ്ട്. അങ്ങനെ പാത്ത് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇതിന് മുകളിൽ മൗസ് വെച്ചുകൊണ്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കുറച്ച് ഓപ്ഷൻസ് കിട്ടുന്നതാണ്. ഇതിൽ നിന്നും മേക്ക് ഗൈഡ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ 3 മാർജിനുകളും ഇതേപോലെ പാത്ത് ആയിട്ടുണ്ട്. ഇങ്ങനെ പാത്ത് ആക്കി കഴിഞ്ഞാൽ നമുക്കത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നമ്മുടെ വർക്ക് ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് യൂസ് ആവുക. നമ്മുടെ വർക്കിനകത്ത് ഈ ലൈനുകൾ കാണുന്നതല്ല. ശേഷം ഈ ലൈൻസിനെ കൂടി ഞാനൊന്ന് പാത്താക്കി മാറ്റാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഈ 3 ഷേപ്പുകൾ മാത്രം ഒന്ന് സെലക്ട് ചെയ്യുന്നു. ശേഷം അതിന് മുകളിൽ മൗസ് വെച്ചുകൊണ്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഓപ്ഷൻസ് കിട്ടുന്നു. ശേഷം മേക്ക് ഗൈഡ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഈ ലൈനും ഒരു പാത്ത് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡിസൈൻ ചെയ്ത് തുടങ്ങാവുന്നതാണ്. നമ്മുടെ ഈ ഒരു ഡിസൈനിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഇമേജും അതിന് താഴെയായിട്ട് കുറച്ച് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെ കൊണ്ടുവരാം എന്ന് നമുക്ക് നോക്കാം. ആ ഇമേജ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ഷേപ്പ് വരയ്ക്കുന്നുണ്ട്. ആ ഷേപ്പിനകത്തായിട്ടാണ് നമ്മുടെ ഇമേജ് കൊണ്ടുവരുന്നത്.
അങ്ങനെ ഷേപ്പ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ടൂൾ ബാറിൽ നിന്നും ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം നമ്മുടെ ഷേപ്പ് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ഷേപ്പിൻ്റെ കളർ ഇവിടെ സെലക്ട് ആയി കിടക്കുന്നത് വൈറ്റും ഷേപ്പിൻ്റെ ഔട്ട്ലൈൻ കളർ ഒരു ബ്ലാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഷേപ്പ് ഈ ഒരു രൂപത്തിൽ വന്നിട്ടുള്ളത്. നമുക്കത് വേണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ഔട്ട്ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു റെഡ് മാർക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഔട്ട്ലൈന് റിമൂവ് ആയിട്ട് കിട്ടുന്നതാണ്. ശേഷം നമ്മുടെ ഈ ഒരു ഷേപ്പിൻ്റെ കളർ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഏത് കളർ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഷേപ്പ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ ഷേപ്പിനകത്തേക്ക് ഒരു ഇമേജിനെ കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ ഇമേജിനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഒരു കളർ ബോക്സ് ഇനബിളായി കിടക്കുന്നുണ്ട്. അതൊന്ന് ഉള്ളിലേക്ക് തന്നെ ഞാനൊന്ന് ആക്കി കൊടുക്കുന്നു. ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉള്ളിലോട്ട് പോകുന്നതാണ്. ശേഷം ഈ ഷേപ്പിനകത്തേക്ക് ഇമേജിനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഫയൽ എന്നതിൽ നിന്നും പ്ലേസ് എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗാലറി ഓപ്പൺ ആവുന്നതാണ്. അതിൽ നിന്നും ഏത് ഇമേജ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ഫയലിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ ഇമേജുകളുടെയും ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. ശേഷം അതിൽ നിന്നും ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ബിസിനസ് എന്ന് പറയുന്ന ഇമേജാണ്. ശേഷം പ്ലേസ് എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇല്ലസ്ട്രേറ്ററിൽ നമുക്ക് ഈ ഒരു രൂപത്തിൽ ആ ഇമേജ് വരുന്നതായിരിക്കും. ശേഷം ഏത് ഭാഗത്താണോ നമുക്ക് ഇമേജ് വേണ്ടത് ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് എത്ര ഭാഗത്താണോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തത് ആ ഭാഗത്തായിട്ട് വരുന്നതായിരിക്കും. പിന്നീട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും സൈസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഇമേജ് കിട്ടിയിട്ടുണ്ട്. അതിന് താഴെ ഒരു ഷേപ്പും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഇമേജിനെ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഷേപ്പിനുള്ളിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അങ്ങനെ ഷേപ്പിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ക്ലിപ്പിംഗ് മാസ്ക് എന്നാണ് പറയുന്നത്. അങ്ങനെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമേജ് താഴെയും അതിന് തൊട്ട് മുമ്പിലായിട്ട് നമ്മുടെ ഷേപ്പും വരേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഇമേജിനെ ഈ ഷേപ്പിന് തൊട്ട് താഴേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഇമേജ് ഓൾറെഡി സെലക്ട് ആയി കിടക്കുന്നുണ്ട്. ശേഷം അതിന് മുകളിൽ മൗസ് വെച്ചുകൊണ്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് അറേഞ്ച് എന്നതിൽ നിന്നും സെൻഡ് ബാക്ക്വേർഡ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് ഷേപ്പിന് താഴോട്ട് പോകുന്നതായിരിക്കും. ഇങ്ങനെ ഷേപ്പിന് താഴോട്ട് പോയതിന് ശേഷം ഇതേപോലെ ഷേപ്പും ആ ഒരു ഇമേജും വരുന്ന കോലത്തിലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇത്രമാത്രം സെലക്ട് ചെയ്താൽ മതി. ശേഷം മേക്ക് ക്ലിപ്പിംഗ് മാസ്ക് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഷേപ്പിനുള്ളിലേക്ക് ഇമേജ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫയലിൻ്റെ പുറത്തായിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു ഇമേജ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ ഇമേജിന് നമ്മുടെ ഈ ഒരു ബ്രോഷറിൽ കാണുന്ന പോലെയുള്ള ഒരു കളർ എഫക്റ്റ് എങ്ങനെ കൊണ്ടുവരാം എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഈ ഒരു ഫയലിൽ ഉപയോഗിച്ചിരിക്കുന്ന കളറുകളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കളർ ഇങ്ങനെ എടുത്തുകൊണ്ട് നമ്മുടെ ഫയലിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ കളർ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കിങ്ങനെ ഷേപ്പ് വരച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. ശേഷം മൗസ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് കീബോർഡിൽ ഓൾട്ടും ഷിഫ്റ്റും ഒരുമിച്ച് പ്രസ് ചെയ്തുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി കിട്ടുന്നതാണ്. ശേഷം കീബോർഡിൽ കൺട്രോൾ ഡി എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ അതിൻ്റെ കോപ്പി ആ ഒരു ഗ്യാപ്പിലായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ 4 ഷേപ്പ് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി ഈ ഷേപ്പിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള കളറുകൾ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്ത് വെക്കാൻ പോവുകയാണ്. ഈ ഒരു കളർ ബോക്സ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ബോക്സിലും കൂടെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കളറിൻ്റെ കോഡ് ഈ ഒരു ഭാഗത്ത് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്നും ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഓൾറെഡി ഈ ഒരു ഫയലിൽ ഉപയോഗിച്ചിരിക്കുന്ന കളറിൻ്റെ കോഡുകളും അതേപോലെ തന്നെ നമ്മുടെ ഫയലിൻ്റെ കണ്ടൻറ്റുമൊക്കെ ഒരു ടെക്സ്റ്റ് ഫയലിനകത്തായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഫയലും കൂടെ വീഡിയോയുടെ കൂടെ ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇതാണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന എല്ലാ മാസ്റ്ററുകളും ഈ ഒരു ഭാഗത്ത് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന കളർ ഇതാണ് അതിൻ്റെ ബ്ലൂ. ഈ ഒരു കളർ കോഡ് ഞാൻ കോപ്പി ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു കളർ കോഡ് മാത്രം ഒന്ന് സെലക്ട് ചെയ്യുന്നു. ശേഷം കൺട്രോൾ സി എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോപ്പി ആയിട്ട് കിട്ടുന്നതാണ്. ശേഷം നമ്മുടെ ഈ ഒരു ഫയലിലേക്ക് തന്നെ പോകുന്നു. ശേഷം ഈ ഒരു കളർ ബോക്സിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗത്ത് ആ ഒരു കോഡ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോക്സിനകത്തായിട്ട് ആ ഒരു കളർ വരുന്നതാണ്. ഇത്തരത്തിൽ നമുക്ക് 4 ബോക്സിനകത്തും കളർ ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ 4 കളറുകളും ആദ്യമേ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്ത് വെക്കുക. ശേഷം വീണ്ടും നമ്മുടെ ഈ ഒരു ഇമേജിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഇമേജ് സെലക്ട് ആയിട്ടുണ്ട്. ശേഷം ഇവിടെ ഓപ്പാസിറ്റി എന്ന ഈ ഒരു ബോക്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. പിന്നീട് ഈ നോർമൽ എന്നതിനകത്തായിട്ട് ഏറ്റവും താഴെ കാണുന്ന ലുമിനോസിറ്റി എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മുടെ ഇമേജിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ ഏതൊരു കളറാണോ കൊണ്ടുവരുന്നത് ആ ഒരു കളർ നമ്മുടെ ഇമേജിൽ അപ്ലൈ ആവുന്നതാണ്. ഞാനിപ്പോൾ ലുമിനോസിറ്റി എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം ഞാനിപ്പോൾ
ഒരു ബ്ലൂ കളറുള്ള ഷേപ്പ് ഈ ഒരു ഇമേജിന് താഴെയായിട്ട് വരക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നുകൂടെ ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ആ ഒരു ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കാൻ പോവാണ്. ആ ഒരു ഷേപ്പ് വരച്ചിട്ടുണ്ട്. നമ്മുടെ ഇമേജിന് തൊട്ട് മുകളിലായിട്ട് ആദ്യം ഒന്ന് വരച്ചു കൊടുക്കുന്നു. ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വർക്ക് പലപ്പോഴും നമ്മൾ സൂം ചെയ്യേണ്ടി വരും. അങ്ങനെ സൂം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ മൗസിൻ്റെ സ്ക്രോൾ ഇതേപോലെ മുന്നോട്ട് ഇങ്ങനെ കറക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗം ഇതേപോലെ സൂമായിട്ട് കിട്ടുന്നതാണ്. മൗസിൻ്റെ സ്ക്രോൾ പിന്നോട്ട് ചലിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൂം ഔട്ടായിട്ട് നമുക്ക് ഇതേപോലെ കിട്ടുന്നതാണ്. ഇനി നമ്മളിങ്ങനെ സൂം ചെയ്ത് കഴിഞ്ഞ സമയത്ത് തന്നെ നമ്മുടെ ഫയലിൻ്റെ മറ്റു ഭാഗങ്ങൾ കൂടെ നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൗസിൻ്റെ ഐക്കൺ ഈ ഒരു രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടാവും. ശേഷം ഇതേപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫയലിൻ്റെ പല ഭാഗങ്ങളും നമുക്കിങ്ങനെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം പല സമയങ്ങളിലായിട്ട് ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ സമയത്തും ഇതേപോലെ പറഞ്ഞുകൊള്ളണമെന്നില്ല. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് ഒന്നിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. ഇപ്പോൾ ഇമേജിന് തൊട്ട് മുകളിലായിട്ട് നമ്മൾ ആ ഒരു ഷേപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ശേഷം ഈ ഷേപ്പിനെ നമ്മുടെ ഇമേജിന് താഴോട്ട് കൊണ്ടുവന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഷേപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം അതിന് മുകളിൽ മൗസ് വെച്ചുകൊണ്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് അറേഞ്ച് ചെയ്യുന്നതിൽ നിന്നും സെൻഡ് ടു ബാക്ക് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പ് നമ്മുടെ ഇമേജിന് താഴോട്ട് പോവുകയും ആ ഷേപ്പിൻ്റെ കളർ നമ്മുടെ ഇമേജിലേക്ക് അപ്ലൈ ആവുകയും ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഫോട്ടോസ് കൊണ്ടുവരുന്ന സമയത്ത് അതിൽ കൂടുതൽ റീടച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇല്ലസ്ട്രേറ്ററിൽ ഒരുപാട് ഫോട്ടോ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ അല്ല. അതിന് വേണമെങ്കിൽ നമുക്ക് ഫോട്ടോഷോപ്പിൻ്റെ സഹായം യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ഇതേപോലെ ഇമേജ് പ്ലേസ് ചെയ്തതിന് ശേഷം ആ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഇമേജ് അല്ല, അതിൻ്റെ ഷേപ്പാണ് സെലക്ട് ആയി കിടക്കുന്നത്. ഒന്നുകൂടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് മാത്രമായിട്ട് നമുക്ക് സെലക്ട് ആയിട്ട് കിട്ടുന്നതാണ്. ശേഷം ഒന്നുകൂടെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇതേപോലെ കുറച്ച് ഓപ്ഷൻസ് ഈ ഒരു ഭാഗത്തായിട്ട് കിട്ടുന്നതാണ്. ഇവിടെ എഡിറ്റ് ഇൻ ഫോട്ടോഷോപ്പ് എന്ന ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇമേജ് ഫോട്ടോഷോപ്പിനകത്ത് ഓപ്പൺ ആവുന്നതാണ്. അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് Ctrl+S എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് മാറ്റങ്ങളാണോ വരുത്തിയിട്ടുള്ളത് ആ ഒരു മാറ്റങ്ങൾ ഇവിടെയും അപ്ലൈ ആവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ കൂടുതൽ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. നിങ്ങൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഫോട്ടോയിൽ എഡിറ്റിംഗ് വരുത്താവുന്നതാണ്. അത്തരത്തിലുള്ള എഡിറ്റിങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ കാണുന്ന എംബഡ് എന്ന ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ഇമേജിന് ചുറ്റും ഇതേപോലെ ഒരു ക്രോസ് മാർക്ക് കാണുന്നുണ്ട്. അങ്ങനെ ക്രോസ് മാർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമേജ് നമ്മുടെ ഫോൾഡറിലെ ഇമേജുമായിട്ട് ലിങ്കായി കിടക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു ക്രോസ് മാർക്ക് കാണുന്നത്. ഈ ഒരു ലിങ്ക് ഉണ്ടായാലുള്ള പ്രശ്നം ഈ ഇമേജിന് നമ്മുടെ ഫോൾഡറിൽ എന്തെങ്കിലും ചേഞ്ചുകൾ വരുത്തിയാൽ ആ ചേഞ്ചുകൾ ഇവിടെയും അപ്ലൈ ആവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോട്ടോയിലുള്ള വർക്ക് ഏകദേശമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ എംബഡ് എന്ന് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ആ ഫോട്ടോയ്ക്ക് എന്ത് മാറ്റം വരുത്തിയാലും ഇവിടെ അത് ബാധിക്കുന്നതല്ല. അപ്പോൾ നമ്മൾ ഫോട്ടോയിലുള്ള എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ രീതിയിൽ ചെയ്യാവുന്നതാണ്. ശേഷം നമ്മുടെ ഒഴിഞ്ഞ ഭാഗത്തായിട്ടൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഫയലിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ബ്രോഷറിൽ കാണുന്ന പോലെ തന്നെ അതിന് താഴെയായിട്ട് ഒരു ലോഗോ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ലോഗോ ഞാനിപ്പോൾ കൊണ്ടുവരാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഫയൽ എന്നതിൽ നിന്നും നേരത്തെ ചെയ്ത പോലെ തന്നെ പ്ലേസ് എന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോൾഡറിനകത്തായിട്ട് കാണുന്ന ഈ ഒരു ലോഗോ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഞാനിപ്പോൾ ഓൾറെഡി അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം പ്ലേസ് എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വരുന്നതാണ്. ശേഷം ഏതൊരു ഭാഗത്താണ് നമുക്ക് വേണ്ടത് ആ ഒരു ഭാഗത്ത് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ശേഷം എംബഡ് എന്ന ഈ ഒരു ബട്ടൺ പ്രസ് കൊടുക്കുന്നു. ശേഷം നമുക്ക് അതിൻ്റെ പൊസിഷൻ ഇതേപോലെ ഇങ്ങനെ മാറ്റി വെക്കാവുന്നതാണ്. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അത് ഫിക്സ് ചെയ്യുന്നു. ഇനി ഈ ഒരു ഭാഗത്ത് കുറച്ച് ടെക്സ്റ്റുകൾ കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു ടെക്സ്റ്റ് ഓൾറെഡി ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ആ ഒരു ഫയലിൽ നിന്നും ടെക്സ്റ്റ് കോപ്പി ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് വരുന്നത്. ഇതിങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+C എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോപ്പി ആവുന്നതാണ്. ശേഷം വീണ്ടും നമ്മുടെ ഫയലിലേക്ക് തന്നെ പോകുന്നു. ശേഷം ഈ ഒരു ടൂൾ ബാറിൽ നിന്നും ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇല്ലസ്ട്രേറ്ററിൻ്റെ കുറച്ച് പഴയ വെർഷൻസൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ടൈപ്പ് ടൂളിൻ്റെ പൊസിഷന് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും എല്ലാ ടൂളുകളും ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇല്ലസ്ട്രേറ്ററിലുള്ള മുഴുവൻ ടൂളുകളെക്കുറിച്ചും ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇല്ലസ്ട്രേറ്ററിൽ കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് നമ്മുടെ ഫയലിൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ലോവർ മിസം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡമ്മി ടെക്സ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശേഷം Ctrl+V എന്ന് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ശേഷം കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്ക്രോൾ മുന്നോട്ട് കറക്കിക്കൊണ്ട് ഞാനിതൊന്ന് സൂം ചെയ്യാൻ പോവുകയാണ്. ശേഷം ഈ ടെക്സ്റ്റ് മുഴുവനും ഇതേപോലെ ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മളിതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ പ്രോപ്പർട്ടീസ് എന്ന സെക്ഷനിലായിട്ട് നമുക്കിൻ്റെ സൈസും ഫോണ്ടും ഒക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്ന ഫോണ്ടിൻ്റെ നെയിം ഈ ഒരു ഭാഗത്ത് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതല്ലെങ്കിൽ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫോണ്ടിൻ്റെ മോഡലുകൾ കാണാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ കൊടുക്കാൻ പോകുന്ന ഫോണ്ടിൻ്റെ പേരെന്ന് പറയുന്നത് അല്ലർ എന്ന് പറയുന്നൊരു ഫോണ്ടാണ്.
അത് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അല്ലർ എന്ന ഫോണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അവൈലബിൾ ആയിട്ടുള്ള ഏരിയൽ പോലെയുള്ള ഫോണ്ടുകൾക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഒരുപക്ഷെ സെയിം ഫോണ്ട് തന്നെ വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൂടെ ഞാൻ വീഡിയോയിൽ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഫോണ്ട് ഒരു വട്ടം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോണ്ട് നമുക്ക് ഫോട്ടോഷോപ്പിലും ഇല്ലസ്ട്രേറ്ററിലും ഒക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. എങ്ങനെ ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെക്കുറിച്ചും വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അല്ലർ എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്തപ്പോൾ അല്ലർ എന്ന ഫോണ്ട് വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും അല്ലർ എന്ന് പറയുന്ന ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുന്നു. ശേഷം റെഗുലർ എന്നതിൽ നിന്നും ബോൾഡ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് തന്നെ ഫോണ്ട് സൈസ് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 28 എന്ന് കൊടുക്കുന്നു. ശേഷം എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സൈസിൽ ഫോണ്ട് കിട്ടുന്നതാണ്. ഇനി നമ്മുടെ ഈ ഒരു ഡിസൈനിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇത് 4 ലൈനായിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് എലവേറ്റ് എന്നതിന് ശേഷം ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് എൻ്റർ പ്രസ് എടുത്ത് കഴിഞ്ഞാൽ അത് രണ്ടാമത്തെ ലൈനിലേക്ക് മാറുന്നതാണ്. ശേഷം ഈ ഒരു സ്പേസ് ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ബാക്ക് സ്പേസ് പ്രസ് ചെയ്ത് റിമൂവ് ചെയ്യുന്നു. ശേഷം യുവർ ബ്രാൻഡ് എന്ന ഈ ഒരു ഭാഗത്തുള്ള സ്പേസും റിമൂവ് ചെയ്തുകൊണ്ട് ഒന്ന് എൻ്റർ പ്രസ് കൊടുക്കുന്നു. അപ്പോൾ നമ്മളിത് 4 ലൈനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ശേഷം മുഴുവനായിട്ടും ഇതേപോലെ സെലക്ട് ചെയ്തുകൊണ്ട് ഇതൊന്ന് സെൻറ്റർ അലൈൻമെൻ്റ് ആക്കി കൊടുക്കുന്നു. ഇപ്പോൾ ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ശേഷം ഇതിനിടയിലുള്ള സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്പേസ് നമുക്ക് കുറക്കാവുന്നതാണ്. ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പേസ് കൂട്ടാവുന്നതാണ്. ഏകദേശം ഈ ഒരു രീതിയിൽ കൊണ്ടുവരുന്നു. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് കുറച്ച് ബോൾഡായ പോലെ തോന്നുന്നുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ റെഗുലർ തന്നെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൻ്റെ വർക്ക് മുഴുവനും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കളറ് ഫില്ലാക്കണം എന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇതിൽ ബ്ലാക്കാണ് വന്നിട്ടുള്ളത്. അത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫില്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കളറ് ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അതല്ല നമ്മുടെ കളർ ഓൾറെഡി നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഇത്തരത്തിലൊരു ഐ ഡ്രോപ്പർ ടൂൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഇതാണ് അതിൻ്റെ ഐക്കൺ. ഈ ഒരു ടൂൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം നമ്മുടെ ഏത് കളറാണോ നമുക്ക് വേണ്ടത് ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കളർ നമ്മുടെ ടെക്സ്റ്റിന് അപ്ലൈ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ കളർ സെലക്ട് ചെയ്യുന്നത്. ശേഷം മൗ ടൂൾ തന്നെ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിതൊന്ന് കറക്റ്റായിട്ടൊന്ന് അലൈൻ ചെയ്ത് വെക്കാൻ പോവാണ്. ഇതിൻ്റെ ലോഗോ ഒന്നും കൂടെ ഒന്ന് ചെറുതാക്കാൻ പോവാണ്. ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വർക്ക് ഇത്രയും പൂർത്തിയായിരിക്കുകയാണ്. ഇനി ഇതിന് താഴെയായിട്ട് മറ്റൊരു ടെക്സ്റ്റ് കൂടെ കാണുന്നുണ്ട്. ആ ഒരു ടെക്സ്റ്റ് നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. ഡിസൈൻ പ്രിൻറ്റ് ഡിജിറ്റൽ എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് ഇതേപോലെ നമ്മുടെ ഫയലിൽ നിന്നും Ctrl+C എന്ന് പ്രസ് ചെയ്തുകൊണ്ട് കോപ്പി ചെയ്യുന്നു. ശേഷം ഈ ഒരു ഭാഗത്ത് പേസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു ടെക്സ്റ്റ് നമുക്ക് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഈ ടെക്സ്റ്റിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് അതിൽ റീപ്ലേസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ടെക്സ്റ്റിൻ്റെ കോപ്പി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ ടെക്സ്റ്റ് സെലക്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ശേഷം കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി നമുക്ക് കിട്ടുന്നതാണ്. ശേഷം ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ടെക്സ്റ്റ് മുഴുവനും ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ട് Ctrl+V എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് നമുക്ക് റീപ്ലേസ് ആയിട്ട് കിട്ടുന്നതാണ്. ശേഷം ഇത് മുഴുവനായിട്ടും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ മുഴുവൻ സെലക്ട് ചെയ്യാനുള്ള ഷോർട്ട് കീ എന്ന് പറയുന്നത് Ctrl+A എന്നാണ്. Ctrl+A എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് മുഴുവനായിട്ടും സെലക്ട് ആകുന്നതാണ്. ശേഷം ഇതിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ബോക്സിൽ 12 എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ശേഷം മൗ ടൂൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ടെക്സ്റ്റ് കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മുടെ ഈ ഒരു ഡിസൈനിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ ഒരു യെല്ലോ ഷേപ്പ് കാണുന്നുണ്ട്. ആ ഒരു ഷേപ്പ് പെട്ടെന്ന് തന്നെ നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. ഷേപ്പ് കൊണ്ടുവരുന്നത് സിമ്പിളാണ്. ഈ ഒരു ടൂൾ ബാറിൽ നിന്നും ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ് കിട്ടുന്നതാണ്. ശേഷം അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഐ ഡ്രോപ്പർ ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഏതൊരു കളർ വേണോ വേണ്ടത് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കളർ ഇവിടെ സെലക്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശേഷം ഒന്നും കൂടെ അതിൻ്റെ സൈസ് വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ആയിട്ടുണ്ട്. ഇനി ഇതിന് താഴെയായിട്ട് മറ്റൊരു ഇമേജ് കൂടെ ഞാൻ ഇതേപോലെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഇമേജ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ആ ഭാഗത്തൊരു ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് ആ ഷേപ്പിനകത്തേക്ക് ഇമേജ് ക്ലിപ്പിംഗ് മാസ്ക് ചെയ്ത് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ ഈ ഇമേജ് ചെയ്ത പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ കുറച്ച് പെട്ടെന്ന് തന്നെ പറയാൻ പോവാണ്, കാരണം നേരത്തെ ചെയ്ത കാര്യങ്ങളായതുകൊണ്ട് പെട്ടെന്ന് പറയാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കാം. ഈ ഒരു ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ ഒരു ഷേപ്പ് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നു. ശേഷം ഇമേജിനും കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഫയൽ എന്നതിൽ നിന്നും
പ്ലേസ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം നമ്മുടെ ഇമേജ് ഒന്ന് സെലക്ട് ചെയ്യുന്നു. ശേഷം പ്ലേസ് എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഇത്രയും ഭാഗത്തായിട്ട് നമ്മുടെ ഇമേജ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ശേഷം എംബഡി എന്ന ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇമേജിന് മുകളിൽ മൗസ് വെച്ചുകൊണ്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് അറേഞ്ച് ചെയ്യുന്നതിൽ നിന്നും സെൻഡ് ബാക്ക്വേർഡ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഇമേജ് ബാക്കിലോട്ട് പോയിട്ടുണ്ട്. ശേഷം മൗസ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഇമേജും ഷേപ്പ് മാത്രം വരുന്ന രൂപത്തിൽ ഇതൊന്ന് സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ ഭാഗത്ത് നിന്നും മേക്ക് ക്ലിപ്പിംഗ് മാസ്ക് എന്ന ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു ഓപ്ഷൻ ഒരു പക്ഷേ നിങ്ങളുടെ ഇല്ലസ്ട്രേറ്ററിൽ ഈ ഒരു ഭാഗത്ത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ മൗസ് വെച്ചുള്ള മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് മേക്ക് ക്ലിപ്പിംഗ് മാസ്ക് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്കത് ആക്സസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഇതിന് മുകളിൽ മറ്റൊരു ഷേപ്പ് വരച്ചുകൊണ്ട് അതിന് കളർ അപ്ലൈ ചെയ്യാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് സൂം ചെയ്യുന്നു. ശേഷം ഔട്ട് സൈഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് വീണ്ടും ഈ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാൻ പോവാണ്. കറക്റ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നു. ശേഷം ഇതിൻ്റെ കളറ് ഒരു ബ്ലൂ കളറിലേക്ക് മാറ്റേണ്ടതുണ്ട്. അങ്ങനെ ബ്ലൂ കളറിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഐ ഡ്രോപ്പർ ടൂൾ സെലക്ട് ചെയ്യുന്നു. ഐ ഡ്രോപ്പർ ടൂൾ സെലക്ട് ചെയ്യാനുള്ള ഷോർട്ട് കീ ഐ എന്നാണ്. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഷേപ്പിനെ നമ്മൾ നമ്മുടെ ഇമേജിന് താഴോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് മൗസ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഷേപ്പിന് മുകളിൽ മൗസ് വെച്ചുള്ള മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് അറേഞ്ച് ചെയ്യുന്നതിൽ നിന്നും സെൻഡ് ടു ബാക്ക് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഇമേജിന് താഴോട്ട് ആ ഒരു ഷേപ്പ് പോയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ആയിട്ടില്ല. എന്തുകൊണ്ടാണ് ചേഞ്ച് ആവാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇമേജിൻ്റെ ഓപ്പാസിറ്റി ചേഞ്ച് ചെയ്തിട്ടില്ല. അങ്ങനെ ഓപ്പാസിറ്റി ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു ഒപ്പാസിറ്റി ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇമേജ് സെലക്ട് ചെയ്യുന്നു. ശേഷം ഒപ്പാസിറ്റി എന്നതിൽ നിന്നും നോർമൽ എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലുമിനോസിറ്റി എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിന് താഴെ ഉപയോഗിച്ചിരിക്കുന്ന കളർ ഏതാണോ ആ ഒരു കളർ നമ്മുടെ ഇമേജിലോട്ട് അപ്ലൈ ആവുന്നതാണ്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലുമിനോസിറ്റി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും കറക്റ്റായിട്ട് നമ്മുടെ ഇമേജിൻ്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ഫയലിലുള്ളതുപോലെ തന്നെ മുകളിൽ ഒരു QR കോഡ് കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു QR കോഡ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇമേജ് എങ്ങനെയാണോ കൊണ്ടുവരുന്നത് സെയിം കാര്യം തന്നെയാണ്. ഫയലിൽ നിന്നും പ്ലേസ് എന്ന് സെലക്ട് ചെയ്തുകൊണ്ട് QR കോഡ് ക്ലിക്ക് ചെയ്യുന്നു. ശേഷം പ്ലേസ് എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഇത്രയും ഭാഗത്തായിട്ട് നമ്മുടെ QR കോഡ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം അതിന് താഴെയായിട്ട് വേണമെങ്കിൽ ചെറിയൊരു ടെക്സ്റ്റ് നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. ടെക്സ്റ്റ് എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞാനിപ്പോൾ അത് കൊണ്ടുവരാൻ പോകുന്നില്ല. ഇനി ഇതിന് താഴെ കാണുന്ന ഇത്തരത്തിലുള്ള ഐക്കൺസും അതേപോലെ തന്നെ ടെക്സ്റ്റും ഒക്കെ എങ്ങനെ കൊണ്ടുവരാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ആ ടെക്സ്റ്റ് മുഴുവനും ഞാനൊന്ന് കോപ്പി ചെയ്യാൻ പോവാണ്. ഈ ടെക്സ്റ്റുകളാണ് ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത്. സെലക്ട് ചെയ്തുകൊണ്ട് Ctrl+C എന്ന് പ്രസ് ചെയ്തുകൊണ്ട് കോപ്പി ചെയ്യുന്നു. ശേഷം നമ്മുടെ ഫയലിലോട്ട് തന്നെ പോകുന്നു. ടൈപ്പ് ടൂൾ എടുത്തുകൊണ്ട് നമുക്ക് ടെക്സ്റ്റ് പുതുതായിട്ട് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് എടുത്തുകൊണ്ട് കീബോർഡിൽ Alt പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ കോപ്പി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് മുഴുവനായിട്ടും കാണുന്നില്ല. കാരണം നമ്മുടെ ഷേപ്പിന് താഴെയായിട്ടാണ് ഇപ്പോൾ ആ ഒരു ടെക്സ്റ്റ് വന്നിട്ടുള്ളത്. അത് നമ്മുടെ ഷേപ്പിന് മുകളിലോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അതിന് മുകളിൽ മൗസ് വെച്ചുകൊണ്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറേഞ്ച് ചെയ്യുന്ന ഓപ്ഷൻ കിട്ടുന്നു. അതിൽ നിന്നും ബ്രിങ് ടു ഫ്രണ്ട് എന്ന ഈ ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് മുകളിലോട്ട് വരുന്നതാണ്. നമ്മുടെ ലെയറിന് മുകളിലോട്ടും താഴോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഷോർട്ട് കീ ഇതൊക്കെയാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഉപയോഗിക്കാവുന്നതാണ്. അത് ക്ലിക്ക് ചെയ്ത സമയത്ത് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് മുകളിലായിട്ട് വന്നിട്ടുണ്ട്. ശേഷം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ട് വെക്കുന്നു. ശേഷം ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് മുഴുവനായിട്ട് ഒന്ന് സെലക്ട് ചെയ്യുന്നു. ശേഷം Ctrl+V എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ഇതേപോലെ നമുക്ക് കിട്ടുന്നതാണ്. ശേഷം Ctrl+A എന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് മുഴുവനായിട്ടും ഒന്ന് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ അതിൻ്റെ അലൈൻമെൻറ്റ് സെൻറ്ററായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കത് ലെഫ്റ്റ് അലൈൻമെൻറ്റ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ട്. ലെഫ്റ്റ് അലൈൻമെൻറ്റ് ആക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ലെഫ്റ്റ് അലൈൻമെൻറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനിടയിലുള്ള സ്പേസൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശേഷം ഈ ഒരു മൗസ് ടൂൾ പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഈ ഒരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ശേഷം അത് ഈ ഒരു ഭാഗത്തായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഒന്നുകൂടെ അതിൻ്റെ സ്പേസ് ഒന്ന് കൂട്ടാൻ പോവുകയാണ്. ഇതേപോലെ ഒന്ന് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യുന്നു. ഇനി ഈ ഭാഗത്തായിട്ട് നമ്മൾ കുറച്ച് ഐക്കൺസ് കൊണ്ടുവരേണ്ടതുണ്ട്. അതിൻ്റെ ഐക്കൺസൊക്കെ ഓൾറെഡി ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗൂഗിളിൽ നമുക്ക് ഐക്കൺസൊക്കെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത് ഞാൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഫയൽ എന്നതിൽ നിന്നും പ്ലേസ് എന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഐക്കൺ നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ എല്ലാ ഐക്കൺസും ഇതിൽ നിന്നും സെലക്ട് ചെയ്യുന്നു. ആദ്യം അഡ്രസ്സ് ചെയ്യുന്ന ഈ ഐക്കൺ സെലക്ട് ചെയ്യുന്നു.
ശേഷം കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇമെയിൽ എന്ന് അയക്കണം, അതുപോലെ തന്നെ ഫോൺ കോൾ എന്ന് അയക്കണം. ഒന്നുകൂടെ സ്ക്രോൾ ചെയ്തുകൊണ്ട് വെബ് എന്ന് അയക്കണം സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം പ്ലേസ് ചെയ്യുന്ന പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ 4 ഐക്കൺസ് നമുക്കിവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് ഒരു ഐക്കൺ ഞാനിവിടെ പ്ലേസ് ചെയ്യുന്നു. ശേഷം ക്ലിക്ക് ചെയ്തുകൊണ്ട് വലിച്ചുകൊണ്ട് അടുത്ത ഐക്കൺസ് പ്ലേസ് ചെയ്യുന്നു. ശേഷം ക്ലിക്ക് ചെയ്ത് വലിച്ചുകൊണ്ട് അടുത്തതും പ്ലേസ് ചെയ്യുന്നു. ശേഷം അടുത്തതും ഇതേപോലെ പ്ലേസ് ചെയ്യുന്നു. ഇപ്പോൾ 4 ഐക്കൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ടൊന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു ഭാഗത്ത് വെക്കേണ്ടതുണ്ട്. ഒന്ന് സൂം ചെയ്തുകൊണ്ട് ഞാൻ പെട്ടെന്ന് കാണിക്കാൻ പോവാണ്. മൗസ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഓരോ ഐക്കണും ഓരോ കാര്യങ്ങളുടെ മുന്നിലായിട്ട് വെക്കുന്നു. ഇപ്പോൾ വെബ് എന്നതിന് നേരെയായിട്ട് ഈ ഒരു വെബ് ഐക്കൺ വെക്കുന്നു. അതിന് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഫോൺ ഐക്കൺ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ മുഴുവൻ ഐക്കണുകളും ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ഐക്കൺസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. നമ്മൾ ഐക്കൺസ് കൊണ്ടുവരുന്ന സമയത്ത് പരമാവധി SVG ഐക്കൺസ് നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം ഇല്ലസ്ട്രേറ്ററിൽ പരമാവധി വെക്റ്റർ ഫയലുകളാണ് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത്. PNG ഫയലാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഉപയോഗിച്ചാൽ നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. SVG ഫയലായി കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഡിസൈനിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു ടെക്സ്റ്റ് ഒന്നുകൂടെ ഞാൻ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഇതൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് റെഗുലർ എന്നതിൽ നിന്നും ഇതിൻ്റെ തിന്ന് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ തിന്ന് ഇവിടെ അവൈലബിൾ അല്ല. ഒന്നുകൂടി ഞാൻ അല്ലർ എന്നതിൽ പോയി ചേഞ്ച് ചെയ്യുന്നു. ഇപ്പോൾ തിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലർ ലൈറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫയലിൻ്റെ ഔട്ട് സൈഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഇത്രയും ഭാഗം നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മുടെ ഈ ഒരു ഡിസൈനിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു ഭാഗം നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ശേഷം ഇതേപോലെ വലിയൊരു ഷേപ്പ് വരച്ചെടുക്കുന്നു. ഇതിനകത്തായിട്ടൊരു ഇമേജിന് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഒരു ഇമേജിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ശേഷം ഇമേജിനെ ബാക്കിലോട്ട് കൊണ്ടുപോകുന്നു. ശേഷം ഇത് രണ്ടും സെലക്ട് ചെയ്തുകൊണ്ട് ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു ഇമേജ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് പിന്നിലായിട്ട് മറ്റൊരു ഷേപ്പും കൂടെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ഷേപ്പ് കൂടെ വരക്കുന്നു. ശേഷം ഐ ഡ്രോപ്പർ എടുത്തുകൊണ്ട് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നു. ശേഷം ഈ ഷേപ്പിനെ ഇതിന് തൊട്ട് പിന്നിലോട്ട് കൊണ്ടുവന്നു. ഇനി പുറത്തൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഇമേജ് സെലക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഇതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും അതിൻ്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു രൂപത്തിൽ ചെറിയ രീതിയിൽ മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ ഒപ്പാസിറ്റി എന്നതിൽ ഒന്നുകൂടെ പോകുന്നു. ശേഷം ഈ 100% എന്ന് നമുക്ക് കുറച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഇനി ഈ ഭാഗത്ത് നമ്മുടെ ടെക്സ്റ്റ് കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടെക്സ്റ്റ് മുഴുവനായിട്ടും ഒന്ന് കോപ്പി ചെയ്യുന്നു. Ctrl+C എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അത് കോപ്പി ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതൊരു പാരഗ്രാഫ് രൂപത്തിലാണ് വന്നിട്ടുള്ളത്. ഇത്തരത്തിലുള്ള പാരഗ്രാഫുകളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഏതൊരു ഭാഗത്താണോ നമുക്ക് ടെക്സ്റ്റ് കൊണ്ടുവരേണ്ടത് ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുന്നു. ആ ഒരു ഭാഗം ഇങ്ങനെ വലിച്ചുകൊണ്ട് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ഭാഗത്താണ് നമുക്ക് ടെക്സ്റ്റ് കൊണ്ടുവരേണ്ടത്. ശേഷം Ctrl+V എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് നമുക്ക് ഈ ഒരു രൂപത്തിൽ കിട്ടുന്നതാണ്. ശേഷം Ctrl+A എന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് മുഴുവനും സെലക്ട് ചെയ്യുന്നു. ശേഷം അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതിന് കളർ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഐ ഡ്രോപ്പർ ടൂൾ സെലക്ട് ചെയ്യുന്നു. ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ശേഷം അതിനിടയിലുള്ള സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിനിടയിലുള്ള സ്പേസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ സൈസും നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു രൂപത്തിലാണ് കൊണ്ടുവരുന്നത്. ശേഷം മൗസ് ടൂൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഞാനതിൻ്റെ ഷേപ്പ് ഒന്ന് ചെറുതാക്കി കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള ഇമേജുകൾ ഇങ്ങനെ ഇടയ്ക്ക് വരികയാണെങ്കിൽ അതിന് മുകളിൽ നിന്ന് മൗസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് പോകുന്നതായിരിക്കും. ശേഷം ഈ ഒരു
ടെക്സ്റ്റിനെ കുറച്ച് താഴോട്ട് കൊണ്ടുപോകുമ്പോഴാണ്. ഇങ്ങനെ ടെക്സ്റ്റിന് താഴോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് മൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ വലിച്ചെടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മുടെ കീബോർഡിലുള്ള ആരോ മാർക്ക് ഇങ്ങനെ പ്രസ് ചെയ്തെടുത്ത് കഴിഞ്ഞാലും നമുക്ക് അതിനെ താഴോട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ഹെഡിങ് കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ആ ഒരു ഹെഡിങ് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. UVR എന്ന ഹെഡിങ് ആണ്. ശേഷം Ctrl+C എന്ന് പ്രസ് ചെയ്തുകൊണ്ട് കോപ്പി ചെയ്യുന്നു. ശേഷം ഈ ഒരു ഫയലിലേക്ക് വന്നുകൊണ്ട് ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ശേഷം Ctrl+V എന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമുക്കത് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ശേഷം മൗസ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ പൊസിഷനൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നു. ഈ ഒരു ഐ ഡ്രോപ്പർ ടൂൾ എടുത്തുകൊണ്ട് അതിൻ്റെ കളർ നമുക്ക് ചേഞ്ച് കൊടുക്കാവുന്നതാണ്. ശേഷം വീണ്ടും മൗസ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്ത് 16 എന്ന് കൊടുക്കുന്നു. അതുപോലെ തന്നെ മറ്റു മാറ്റങ്ങളൊന്നും ഇവിടെ വരുത്തണം എന്ന് തോന്നുന്നില്ല. ഈ റെഗുലർ എന്നതൊന്ന് ബോൾഡാക്കി കൊടുക്കുന്നു. ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കറക്റ്റ് ഈ ഒരു പൊസിഷനിൽ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അലൈൻമെൻറ്റ് ഇപ്പോൾ സെൻറ്ററായിട്ടാണ് കിടക്കുന്നത്. അതൊന്ന് ലെഫ്റ്റാക്കി കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒക്കെ കാണാൻ പറ്റും ഇത്രയും കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു സെയിം മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിന് താഴെ കാണുന്ന ഈ ഐക്കൺസുകളും അതേപോലെ തന്നെ ഈ ടെക്സ്റ്റ് നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇതൊന്നും പെട്ടെന്ന് കൊണ്ടുവരാൻ പോവുകയാണ്. ഈ ടെക്സ്റ്റ് കൊണ്ടുവന്ന പോലെ തന്നെയാണ് ഇത് കൊണ്ടുവരുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ 2 ടെക്സ്റ്റുകളും ഞാനൊന്ന് സെലക്ട് ചെയ്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാനാണ് പോകുന്നത്. ആദ്യമായിട്ട് ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു. ശേഷം കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഈ ഒരു ടെക്സ്റ്റിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഈ 2 ടെക്സ്റ്റുകളും ഒന്ന് സെലക്ട് ആയിട്ടുണ്ട്. ശേഷം കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി നമുക്ക് കിട്ടുന്നതാണ്. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അത് കൊണ്ടുവരുന്നു. ശേഷം പുറത്തൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ടെക്സ്റ്റിലേക്ക് തന്നെ പോയിക്കൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്യാവുന്നതാണ്. ശേഷം ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. നമുക്ക് അറിയാവുന്ന കാര്യമായതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഒക്കെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ശേഷം ഇതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കി കൊടുക്കുന്നു. ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും നമ്മുടെ ഈ ഒരു ഡിസൈനിൽ ഇവിടെ കുറച്ച് ഷേപ്പുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഷേപ്പ് എങ്ങനെ കൊണ്ടുവരാം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഷേപ്പ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് ഇടുന്നു. ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ചെറുതാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പേസ് നമുക്ക് കിട്ടുന്നതാണ്. ശേഷം ഒന്നും കൂടെ കറക്റ്റ് ഒന്ന് സൂം ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് ഷേപ്പ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് സൂം ചെയ്യുന്നത്. ശേഷം ത്രികോണം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടൂളാണ് സെലക്ട് ചെയ്യുന്നത്. പോളിഗൺ ടൂൾ എന്ന് പറയുന്ന ടൂളിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ടൂൾ സെലക്ട് ആയിട്ടുണ്ട്. ശേഷം നമ്മുടെ ഫയലിൻ്റെ ഏതെങ്കിലും ഒഴിഞ്ഞ ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള പോളിഗൺ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോക്സ് കിട്ടുന്നതാണ്. ഇനി നമ്മുടെ പോളിഗൺ എത്ര സൈഡാണോ നമ്മൾ കൊണ്ടുവരേണ്ടത് എന്നാണ് ഈ ഒരു ഭാഗത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ ത്രികോണമായതുകൊണ്ട് തന്നെ അതിന് 3 സൈഡാണ് ഉള്ളത്. അത് ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. 3 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പോളിഗൺ കിട്ടുന്നതാണ്. ശേഷം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ ചെറുതാക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെറുതാക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ചെറുതാകണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് കൂടെ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് ചെറുതാക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഈ ഒരു രൂപത്തിൽ തന്നെ കിട്ടുന്നതായിരിക്കും. ശേഷം ഇതൊന്ന് സൂം ചെയ്യുന്നുണ്ട്. മോഡ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു. ശേഷം ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിന് മുകളിൽ മൗസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൗസ് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ ഐക്കൺ ഈ ഒരു രൂപത്തിൽ ഇങ്ങനെ റൊട്ടേറ്റ് ആയി വരുന്ന ഐക്കണായിട്ട് മാറുന്നതായിരിക്കും. ആ ഒരു സമയത്ത് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൊട്ടേറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഈ രൂപത്തിൽ നമുക്ക് റൊട്ടേറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്തും ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് റൊട്ടേറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് ഈ ഒരു ഭാഗത്ത് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നു. ഒന്നുകൂടെ അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് ചുറ്റും ഒരു സ്മൂത്ത്നെസ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു പോയിന്റിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിന് ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ശേഷം ഇതേപോലെയുള്ള 3 പോയിന്റുകൾ കൂടെ ഞാനിവിടെ കൊണ്ടുവരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് സൂം ചെയ്യുന്നു. ശേഷം കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ഷിഫ്റ്റ് കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അതിന് നേരെയായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അത് കൊണ്ടുവരുന്നു. ഇപ്പോൾ നമ്മൾ കറക്റ്റ് സ്പേസിങ്ങിൽ ഒരു ഷേപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതേ സ്പേസിങ്ങിൽ മറ്റു ഷേപ്പ് കൂടെ കോപ്പി ചെയ്യണം എന്നുണ്ടെങ്കിൽ കീബോർഡിൽ Ctrl+D എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ
ഒരു ഷേപ്പ് കൂടെ ആവുന്നതാണ്. വീണ്ടും കൺട്രോൾ ഡി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഷേപ്പ് കൂടെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഷേപ്പുകൾ കൊണ്ടുവരാവുന്നതാണ്. ഇപ്പോൾ ഇതിനിടയിലുള്ള സ്പേസ് കുറച്ച് കൂടിയിട്ടുണ്ട്, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫയലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ശേഷം കീബോർഡിൽ ഇടത്തോട്ടുള്ള ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ബ്രോഷറിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇതിന് താഴെയായിട്ട് ഒരു ടെക്സ്റ്റ് ഉണ്ട്. ആ ഒരു ടെക്സ്റ്റ് പെട്ടെന്നൊന്ന് കൊണ്ടുവരാൻ പോവാണ്. ഇപ്പോൾ ആ ഒരു ടെക്സ്റ്റും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മുടെ ബ്രോഷർ വരുന്നത്. ഇനി ഈ ബ്രോഷറിനെ നമ്മൾ സേവ് ചെയ്യേണ്ടതുണ്ട്. ആദ്യം ഇതിൻ്റെ ഇല്ലസ്ട്രേറ്റർ ഫയലാണ് സേവ് ചെയ്യേണ്ടത്. അങ്ങനെ ഇല്ലസ്ട്രേറ്റർ ഫയൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് ഓപ്പൺ ചെയ്തുകൊണ്ട് അതിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയൽ എന്നതിൽ നിന്നും സേവ് എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഓപ്ഷൻ കിട്ടുന്നതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഈ ഒരു രൂപത്തിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ സേവ് ഓൺ യുവർ കമ്പ്യൂട്ടർ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നേരിട്ട് തന്നെ നമുക്ക് കമ്പ്യൂട്ടർ തന്നെ ഓപ്പൺ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ശേഷം ഏതൊരു ഫോൾഡറിലേക്കാണോ വേണ്ടത് ആ ഒരു ഫോൾഡർ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇവിടെ ഫയലിൻ്റെ നെയിം നമുക്ക് ടൈപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ബ്രോഷർ എന്ന് കൊടുക്കുന്നു. ബ്രോഷർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി സേവ് ആസ് ടൈപ്പ് എന്നെടുത്ത് ഇപ്പോൾ PDF ആണ് സെലക്ട് ആയി കിടക്കുന്നത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആദ്യം കാണുന്ന അഡോബ് ഇല്ലസ്ട്രേറ്റർ AI എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം സേവ് എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതേപോലെ ഒരു ഓപ്ഷൻ കിട്ടുന്നതാണ്. ശേഷം വീണ്ടും ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഇല്ലസ്ട്രേറ്റർ ഫയൽ സേവ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു PDF ഫയൽ കൂടെ സേവ് ചെയ്യേണ്ടതുണ്ട്. ബ്രോഷറൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ PDF ഫയലാണ് സേവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ PDF ഫയൽ നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഫയൽ എന്നതിൽ നിന്നും സേവ് ആസ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഈ ഒരു കമ്പ്യൂട്ടർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് PDF എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുന്നു. ശേഷം സേവ് എന്ന് പ്രസ് കൊടുത്തുകൊണ്ട് സേവ് PDF എന്ന ഓപ്ഷൻ പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ PDF ഫയൽ കൂടെ നമുക്ക് സേവ് ആയിട്ട് കിട്ടുന്നതാണ്. ഇനി ഇത് ഇമേജായിട്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയൽ എന്നതിൽ നിന്നും എക്സ്പോർട്ട് എന്നതിൽ നിന്നും എക്സ്പോർട്ട് ആസ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇതിൽ JPEG എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ യൂസ് ആർട്ട് ബോഡി എന്ന ഈ ഒരു ടിക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമായിരിക്കും കറക്റ്റായിട്ട് ഫുള്ളായിട്ട് നമുക്ക് കിട്ടുന്നത്. ശേഷം എക്സ്പോർട്ട് എന്ന് പ്രസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജ് ഫയൽ നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. സേവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് CMYK ആണോ RGB ആണോ വേണ്ടത് എന്ന് ഈ ഒരു ഭാഗത്ത് ചോദിക്കുന്നതായിരിക്കും. CMYK എന്ന് പറയുന്നത് പ്രിൻറ്റിംഗ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കുന്ന സമയത്ത് ചെയ്യേണ്ട മോഡാണ്. ഞാനിപ്പോൾ CMYKയിൽ നിന്നും RGBയിലേക്ക് മാറ്റുന്നു. അത് മൊബൈലിൽ കറക്റ്റായിട്ട് മൊബൈലിലും കമ്പ്യൂട്ടറിലും കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് കാണുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചെയ്യുന്നത് പ്രിൻറ്റിംഗ് വർക്കിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് CMYKയിൽ തന്നെ അയച്ചു കൊടുക്കുക. പക്ഷേ നമുക്ക് മൊബൈലിലൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് RGBയിൽ സെലക്ട് ചെയ്യാം. ശേഷം ഓക്കെ എന്ന് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫയൽ സേവ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമ്മുടെ ഫോൾഡറിലേക്ക് പോയി നോക്കിയാൽ നമുക്കിതിൻ്റെ ഫയൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും ബ്രോഷർ എന്ന് പറഞ്ഞുകൊണ്ട് ഫയൽ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇല്ലസ്ട്രേറ്ററിൽ നമ്മളൊരു ബ്രോഷർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ബ്രോഷർ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ബേസിക് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂളുകളൊന്നും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. ഇല്ലസ്ട്രേറ്റർ പരിചയപ്പെടുക എന്ന് മാത്രമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ബ്രോഷറുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബ്രോഷറിന് 2 സൈഡുകൾ ഉണ്ടാവും. ഇപ്പോൾ അതിൻ്റെ ഒരു സൈഡ് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മറ്റേ സൈഡ് ഞാനിപ്പോൾ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു ബ്രോഷറിൻ്റെ ഈ ഒരു ഭാഗം ഈ സൈഡിൽ കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം ഇത് മടക്കി വരുന്ന സമയത്ത് ഈ ഒരു ഭാഗം നമ്മുടെ ബ്രോഷറിൻ്റെ ഫ്രണ്ടിലായിട്ട് വരികയും ഈ ഒരു ഭാഗം നമ്മുടെ ബ്രോഷറിൻ്റെ പിന്നിലായിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു രൂപത്തിൽ അതിൻ്റെ ഡിസൈൻ വരുന്നത്. ഇപ്പോൾ നമ്മുടെ ബ്രോഷറിൻ്റെ മുഴുവൻ വർക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇല്ലസ്ട്രേറ്ററിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ടൂളുകളും പരിചയപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം. കാരണം ഇത്തരത്തിലുള്ള വലിയ വീഡിയോസ് ഉണ്ടാക്കാനുള്ള സപ്പോർട്ട് നിങ്ങളുടെ ലൈക്കിൽ നിന്നൊക്കെയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.